2024 തുടക്കം അതിഗംഭീരമാകുമെന്ന പ്രതീക്ഷയാണ് സിനിമാ പ്രേമികൾക്കുള്ളത്. അതിന്റെ കാരണം ജനുവരി മാസത്തിൽ തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ എത്തുന്നു എന്നതാണ്. മമ്മൂട്ടിയുടെ ഭ്രമയുഗം, മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ, ഒപ്പം വിക്രത്തിന്റെ തങ്കലാൻ എന്നിങ്ങനെ നീളുകയാണ് ഈ ലിസ്റ്റ്. വിക്രം പാരഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന തങ്കലാൻ അവസാനഘട്ട മിനുക്കുപണികളിലാണ്. 2024 ജനുവരി 26-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് എന്ന വിവരങ്ങളാണ് മുൻപ് പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ തങ്കലാൻ പ്രതീക്ഷിച്ച ഡേറ്റിൽ എത്തില്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ചിത്രത്തിന്റെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയതായി കഴിഞ്ഞ ദിവസം വിക്രം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആരാധകരെ അറിയിച്ചിരുന്നു. നടി മാളവിക മോഹനും ഡബ്ബിംഗിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. ആഗോളതലത്തിൽ പ്രമോഷൻ നടത്തുന്നതിനു വേണ്ടിയും ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുന്നതിനുമായിട്ടാണ് തങ്കലാന്റെ റിലീസ് നീട്ടുന്നത് എന്ന പ്രാഥമിക റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ആരാധകർ നിരാശയിലാണെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ട്രോളുകളും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഗൗതം മേനോന്റെ സംവിധാനത്തിൽ വിക്രം നായകനായി എത്തുന്ന ധ്രുവ നക്ഷത്രം എന്ന ചിത്രവും അടുത്തിടെയും റിലീസ് പ്രഖ്യാപിച്ച് വീണ്ടും നീട്ടിവെച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു ചിത്രത്തിന്റെ കൂടി റിലീസ് നീളുന്ന വാർത്ത വരുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് തമിഴ് സിനിമാ ലോകം തങ്കലാൻ എന്ന ചിത്രത്തെ ഉറ്റുനോക്കുന്നത്. വിക്രം പാരഞ്ജിത്ത് കൂട്ടുകെട്ട് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. ചിത്രത്തിന്റെ ടീസർ നൽകിയ ഇമ്പാക്റ്റും വളരെ വലുതായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും താൻ പോകും എന്ന് മുൻപേ തെളിയിച്ചിട്ടുണ്ട് വിക്രം. എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ശാരീരിക മുന്നൊരുക്കങ്ങൾ കണ്ട് സംവിധായകൻ ശങ്കർ തന്നെ ഒരു ഘട്ടത്തിൽ മതി നിർത്തൂ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനേക്കാൾ കഠിനാധ്വാനം തങ്കലാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വിക്രം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്ന വിഷ്വൽസ് ആണ് മുൻപ് പുറത്തു വന്നിട്ടുള്ളത്. കോലാർ സ്വർണ്ണഖനി അഥവാ KGFന്റെ പശ്ചാത്തലത്തിലുള്ള പീരിയോഡിക്കൽ ആക്ഷൻ ചിത്രമാണ് തങ്കലാൻ. KGFന്റെ തുടക്കകാലത്ത് നടന്ന സംഘർഷഭരിതമായ സംഭവങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ചിത്രത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയായി പുറത്തു വന്ന വിവരം വിക്രം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഡയലോഗുകൾ ഇല്ല എന്നതായിരുന്നു. തങ്കലാന്റെ തെലുങ്ക് ടീസർ ലോഞ്ചിനിടെയാണ് തനിക്ക് ഡയലോഗുകളില്ലെന്ന് വിക്രം പറഞ്ഞത്. സംഭാഷണങ്ങൾക്ക് പകരം പ്രത്യേകതരം ശബ്ദങ്ങളും അലർച്ചയും ഒക്കെയാണ് ചിത്രത്തിൽ ഉപയോഗിക്കേണ്ടി വന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് വിക്രത്തിന്റെ മാനേജറായ സൂര്യനാരായണൻ രംഗത്തെത്തുകയും ചെയ്തു. ഒരു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് തമാശയായി വിക്രം നൽകിയ മറുപടിയാണ് തങ്കലാനിൽ സംഭാഷണങ്ങളില്ല എന്ന രീതിയിൽ അനുമാനിക്കപ്പെട്ടതെന്നാണ് മാനേജർ പറഞ്ഞത്. ടീസറിൽ തനിക്ക് സംഭാഷണങ്ങളില്ല എന്നാണ് വിക്രം ഉദ്ദേശിച്ചതെന്നും സൂര്യനാരായണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ടീസറിൽ നിന്ന് തന്നെ ചിത്രം ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണെന്ന ഉറപ്പ് പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ടീസറിൽ പാമ്പിനെ കയ്യിലെടുത്ത് പിഴുതെറിയുന്ന സീനൊക്കെ ഗംഭീരമാണ്. വിക്രത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയും കഥാപാത്രവുമായിരിക്കും തങ്കലാൻ എന്നാണ് ടീസർ കണ്ട പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയിലെ അപ്പോകാലിപ്റ്റോയാണോ വരാൻ പോകുന്നത് എന്ന കമന്റുകളും ഈ ടീസറിന് താഴെ വന്നിരുന്നു. മാളവിക മോഹൻ, പാർവതി തിരുവോത്ത്, പശുപതി, ഹരികൃഷ്ണൻ അൻപുതുരൈ എന്നിവർക്കൊപ്പം ഹോളിവുഡ് താരങ്ങളും ഈ സിനിമയിലുണ്ട്. ഹോളിവുഡ് ആക്ടർ ഡാനിയൽ കൽട്ടഗിറോണും കഥാപാത്രമായി എത്തുന്നുണ്ട്. ജ്ഞാനവേൽ നിർമ്മിക്കുന്ന ചിത്രത്തിന് വേണ്ടി സംഗീത സംവിധാനം ഒരുക്കിയിട്ടുള്ളത് GV പ്രകാശ് കുമാറാണ്. എന്തായാലും ചിത്രം പ്രതീക്ഷിച്ച സമയത്ത് തന്നെ എത്തുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ.